വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഹെയർ കെയർ ഒക്കെ ചെയ്യണം. നിന്റെ പോലെ അല്ല നമ്മൾ, മനസ്സിലായോ? നിന്റെ പോലെ നമ്മൾ എന്താ ഇവിടെ പോയിട്ട് ബ്യൂട്ടി പാർലർ പോയിരിക്കാറില്ല. ഞങ്ങളൊക്കെ നാച്ചുറൽ സുന്ദരന്മാരാണ്. അതിനെക്കൊണ്ട് നമ്മൾ എണ്ണൊക്കെ തേച്ചിട്ട് കുളിക്കും. എന്താ ഗസ്, ഞാനൊക്കെ കുളിച്ച് മാറ്റി വന്നാൽ ഹിബൊന്നും അല്ല എന്നുള്ള ഒറ്റ വീഡിയോ നമ്മൾ തെളിച്ചു കഴിഞ്ഞിരിക്കും അല്ലേ ഇസോ? ആ വീഡിയോ ഞാനല്ല കേട്ടോ കണ്ട്, ഹിബ കണ്ടോണ്ട് കമന്റ്സ് വെച്ചിട്ട് അസൂയപ്പെടുന്നു ഗൈസ്. എന്റെ മോനെ എന്താ അസൂയ! ഒരു സ്വന്തം ഭർത്താവിനെ പറയുമ്പോ ആദ്യം പൊക്കി അടിക്കണം, മനസ്സിലായോ? അതിൽ കാണിച്ചല്ല, അത് കാണിച്ചാൽ ഹിബ സൈക്കോ. ഹിബ സൈക്കോ കേട്ടോ. അപ്പൊ അതാണ് കാര്യം. 2-3 ദിവസമായിട്ട് ഭയങ്കര സൈക്കോ ആണ്. അതിനൊക്കെ നമ്മള് വീഡിയോ എടുക്കാത്ത കേട്ടോ. ഹിബ സൈക്കോ ആയിട്ട് നമ്മള് കുതിരോട്ടത്ത് കൊണ്ടുപോകാൻ പോയത്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞ് ഇത് ഇവിടെ എടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ നന്നായി അല്ലേ അടിച്ചാളെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് കുളമ്പാറ. ഓക്കെ, അവിടെ പോയത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് പുതിയ ടോയ് ഇറക്കിയിട്ടുണ്ട് ആർക്ക് വേണ്ടിട്ട്. കാണിച്ചു കൊടുത്താ. അയ്യാ ഗൈസ്, ഇത് ടോക്കിംഗ് ടോം ആട്ടോ. ഞാൻ കാണിച്ചതാ. ലോകത്തെ ഏറ്റവും ബുദ്ധിയില്ലാത്ത ജീവി ഹിബാണേ. അപ്പൊ ഇന്ന് ഒരുപാട് പെരുന്നാളിനൊക്കെ ശേഷമുള്ള ഒരു ഡേ ആണ്. അപ്പൊ വേറെ പരിപാടിയൊന്നുമില്ല, നമ്മള് ബിസിനസ് ചെയ്തോണ്ടിരിക്കാണ്. ഒരു മോഡൽ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്നത്തെ എക്സ്ക്ലൂസീവ് മോഡൽ അവിടെ പൊട്ടിക്കല്ലേ, അവിടെ ഞാൻ തൂക്കിയിട്ടുണ്ട്. എല്ലാം വലിച്ചു വാരിടാ. എന്താ ഇൻട്രസ്റ്റ് കഴിഞ്ഞതുപോലെ മടക്കിക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ മോഡലാണ്, പാകിസ്ഥാനി. പാകിസ്ഥാനി. ഇതൊരു സെമി പാകിസ്ഥാനി മോഡലാണ്. സെമി എന്ന് പറയുന്നില്ല, പാകിസ്ഥാനി തന്നെയാണ്. പിന്നെ വില ഭയങ്കര കുറവാട്ടോ. ഒരു 1500 ഉള്ളിലേ ഇതിന്റെ വില വരുന്നുള്ളൂ. അതിനുള്ള ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ, വലിയ ക്വാളിറ്റി. മിറർ വർക്കൊക്കെ വരുന്നുണ്ട്, ചെറിയൊരു മിറർ വർക്ക് ഒക്കെ ഉണ്ട്. ഇത് പോയാലും വലിയ സീനൊന്നും ഇല്ല. കോളേജിലേക്കൊക്കെ ഇടാം, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എടുക്കാവുന്ന കേട്ടോ. പിന്നെ അതിന്റെ ഷോളൊക്കെ എല്ലാരും ചോദിക്കലുണ്ട് ബഡ്ജറ്റ് ആയിട്ട് പാകിസ്ഥാനി ഇല്ല. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് നോക്കി ഇറക്കിയതാണ്. ഞങ്ങള് പാകിസ്ഥാനിൽ പോയി ഇറക്കാൻ. അതെ ഇതൊക്കെ ഉണ്ടോ ഷോളാണ് ഇതിന്റെ മാരക അല്ലെ ഇവ ലുക്ക്. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇടും. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളെ ഭാഗ്യം അല്ലേ. മിക്കവാറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറാ. ഫാൻസും ഒക്കെ കേട്ടോ, ഫാൻസിന്റെ അടിയിൽ ഇങ്ങനെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഞാനൊക്കെ കൊണ്ടുപോയി മടക്കി വെച്ചാൽ ആണ് നിർത്തി വെച്ചത്. എന്തായാലും നമ്മളങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊന്നല്ല ഇന്നത്തെ പരിപാടി. അപ്പൊ ഇന്നത്തെ ഒരു പരിപാടി പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ വ്ളോഗ് എടുക്കണേക്കൊണ്ട് ഇന്ന് പൂൾ പാർട്ടിയാണ് ഗൈസ് വരാൻ വേണ്ടി പോണത്. അതല്ലേ ഹിബ? അല്ല അങ്ങനെ പറഞ്ഞാൽ എന്താ ഹിബ പറയും? പൂൾ പാർട്ടി. യെസ് ഹിബ പറഞ്ഞല്ല. ആ പാർട്ടിന് സമ്മേളനമൊക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ തിന്നാനൊക്കെ കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഹിബക്ക് ഇംഗ്ലീഷ് അറിയില്ല ഗൈസ്. ഹിബ ഭയങ്കര എന്നോട് ഹിബക്ക് ഭയങ്കര ഈഗോ ആണ് പല കാര്യങ്ങൾക്കും. ഒന്ന് സൗന്ദര്യം, രണ്ടാമത് ഇംഗ്ലീഷിലുള്ള നോളജ്. അത് ഹിബക്ക് ഇല്ലാത്തതിനോട് ഭയങ്കര അസൂയാണ് ഗൈസ്, രക്ഷയില്ല. ഞാൻ ഇംഗ്ലീഷ് പാടൊക്കെ കാണുമ്പോ വെറുതെ ഒന്ന് ചൊറിയൊക്കെ ചെയ്യും. പക്ഷെ വാക്സാമർത്ഥ്യം എനിക്കാണെങ്കിലും പോക്ക് അല്ല എന്താണ് പറയാ, പോരിടാനുള്ള സാമർത്ഥ്യം ഹിബക്കാ കൂടുതൽ അല്ലേ. സുപ്രീം കോടതി വരെ കോടതി അലക്ഷ്യ കേട്ടോ. അത് കേസ് എടുക്കാം അവളെ എതിരായിട്ട്. ഇപ്പൊ നമുക്ക് സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് കേസ് എടുക്കാം. കോടതി അലക്ഷ്യ. എടി കോടതി അലക്ഷ്യ എന്താന്ന് അറിയാം? ലക്ഷ്യബോധം ഇല്ലാതെ അനക്ക് എന്ത് കോടതി അലക്ഷ്യ അല്ലേ? വിട്ടോ ഞാൻ വിട്ടോ. മൂർച്ചയേറിയ നാവ്, അതിന്റെ കൂർത്ത പല്ലുകള്, ഡാങ്കിന് അങ്ങനെ ആക്കട്ടെ. ശരിക്കും അങ്ങനെ തന്നെ രക്തരക്ഷസ്. ഗൈസിന്റെ നല്ല പല്ലാണ്. ഹിബ പല്ല് ഫുള്ള് കമ്പ്യൂട്ടർ റെഡിയാക്കി കേട്ടോ. ഇവർ ഫുള്ള് ആർട്ടിഫിഷ്യലാ ഗൈസ്. ഏത് ഈ അടുക്കള വാക്കിട്ടിട്ട് എന്തേ ചോറ് തിന്നാൻ തരാം പ്ലീസ്. ഇവിടെ എല്ലാരും പട്ടിണിയാ, ഒന്ന് പോയിക്കോ. ചടപ്പിച്ച് ഗൈസ്. ഹിബ ഒരു വീട്ടമ്മായി ഗൈസ്. ഹിബക്ക് ഭയങ്കര ഹിബ പണ്ട് പറഞ്ഞിരുന്നു
നമുക്ക് വീടെടുത്ത് മാറി താമസിക്കാം, നമുക്ക് നമ്മളുടെ ആയിട്ട് ജീവിക്കാം, നമുക്ക് ലൈഫ് വേണ്ടേ, നമ്മൾ ഒറ്റക്കുള്ള ലൈഫാണ് ഫസ്റ്റിക്കൊക്കെ, നമുക്ക് എപ്പോഴും ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട് മാറിയിട്ട് ഇപ്പൊ ഫുഡ് പോലും ഉണ്ടാക്കുന്നില്ല ഗൈസ്. എന്ത് ചെയ്യാനാ? പിന്നെ ഇടക്കിടക്ക് ഫുഡ് ഉണ്ടാക്കും. ഗ്യാസ് കഴിഞ്ഞിട്ടേ ഗ്യാസിന്റെ ബുക്ക് കൊണ്ടേ കളഞ്ഞിന്. എത്ര ദിവസമായി ഗ്യാസ് ഇല്ല. എന്നിട്ട് രാവിലെ അടിച്ചു പറയും ഇവിടെ ഗ്യാസിന്റെ ബുക്ക് കൊണ്ടേ കളഞ്ഞ. ഇൻഡക്ഷൻ കുക്കറില്ലേ മുത്ത. നമ്മൾ ഏത് സാഹചര്യം ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലൊക്കെ നോക്കും, പലർക്ക് വെള്ളമില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളില്ല. അതിലിടയിലൊക്കെ നമുക്ക് പഠിച്ചോ ഇത്രയും അനുഗ്രഹം ചെയ്തു തന്നില്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ പിന്നെ പരാതി പറയരുത്. അവിടെ എന്താ വെച്ചാ പഞ്ചസാരയും ചായപ്പൊടി മാത്രല്ലേ ഉള്ളൂ. ഇതെന്താ ഇതെന്താ അമ്യൂസ്മെന്റ് പാർക്കോ? ഇതിന്റെ ഉള്ളിൽ കൂടെ കാലിന്റെ ഇടയിൽ കൂടെ പോണേ. ഇതിന്റെ കയ്യിലെന്താ കേസ്? ഇവൾക്ക് 1500 ടോയ് ഒക്കെ ഞാൻ മേടിച്ചു കൊടുക്കല്. പക്ഷെ ഓള് യൂസ് ചെയ്യുന്ന സാധനം ഓളെ ടോയ് നോക്കിയാൽ മൊച്ചികള് കേസ്. അല്ലെങ്കിൽ മത്തം കുത്തിയാൽ അവക്കാടോയും വാട്ടർ മെലനൊന്നും വരില്ലല്ലോ. അവക്കാടോ വരില്ലല്ലോ, മറ്റേ സാധനം തന്നെയല്ലേ വരില്ല. മത്തം തന്നെയല്ലേ ഇതാ മത്തന് തവട കേസ്. ഞാരോ ഓക്കെ ഗൈസ്. അപ്പൊ ഇനി എന്തായാലും ഇന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് പൂൾ പാർട്ടിയിൽ പോകാവുന്നതാണ് അല്ലേ ഇവ പൂൾ പാർട്ടി അല്ലെന്ന്. ലഞ്ചിന് വേണ്ടിട്ട് ഞാൻ കുറച്ച് പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് യാരന്റെ ലഞ്ചാണ്. കഞ്ഞി വെച്ചിട്ടുണ്ട്. ഇതിൽ ചിക്കൻ ഷ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഒരു തക്കാളിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ച തക്കാളിയും സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മുറിക്കാനുള്ള അയില ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ചോറ് മാത്രം വെച്ചു. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇനി കാസ്ട്രോളിലേക്ക് മാറ്റണം. ഈ അടുപ്പില്ലാത്തതുകൊണ്ട് ഭയങ്കര സീനാണ്. ഇതിൽ ഇൻഡക്ഷൻ ബേസുള്ള പാത്രങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കണ്ടേ. പിന്നെ ഞാൻ കുറച്ച് സ്കിൽഫുൾ ആയതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പൊ നമുക്ക് എന്തായാലും പണി തുടങ്ങാം. അയില പൊരിക്കാനുള്ളത് മസാല തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കണം. അതുപോലെ പയറുപ്പേരി ഉണ്ടാക്കണം. തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി കുറച്ചാണ്. ഒരു തട്ടിക്കൂട്ട് കറിയാണ്. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടാക്കുക. മമ്മി പറഞ്ഞ റെസിപ്പിയാണ്. ഞാൻ എന്തോ കേട്ടെന്തോ പറയണമെന്ന് അറിയില്ല. മസാല ഇട്ടിട്ടാണ് തക്കാളി ഇടുന്നത്, തക്കാളി ഇട്ടിട്ടാണോ മസാല ഇട്ടത്, അത് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് മീൻ പൊരിക്കാൻ പോകണം. അപ്പൊ നമ്മളെ കുടുംബിനി ഹിബ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് വരാതെ ഇന്റെ പ്രശ്നമല്ലല്ലോ. ഗ്യാസ് ഞാൻ ഇന്റെ ഗ്യാസ് അല്ലല്ലോ അവിടെ ഉപയോഗിക്കാം. ഭാരത് ഗ്യാസ് മതി, ഇന്ത്യൻ ഗ്യാസ് ഒക്കെ അല്ല. അതിന് കുറച്ച് റേറ്റ് ആയിട്ട് വരും. ആരൊക്കെ നോക്ക് ഗ്യാസ് വേണ്ട. എന്താ തിന്നണേ? എന്താ തിന്നണേ? മുന്തിരിയാ? ആരൊരു മുന്തിരിയാ? അതൊക്കെ ഇത് കരിയുണ്ട് ഇതാ കരിയുന്നതാ. ഓ കുറെ കാലമായി കഴിച്ച് നല്ല അയില പൊരിച്ചൊക്കെ തിന്നിട്ട്. ഹിബ വെച്ചരുമ്പോ മാത്രം നല്ല അയില വെച്ചോളൂ. ഹിബ മുന്തിരി പപ്പക്ക് തരാം. മുന്തിരി ഇതൊക്കെ കഴിച്ച് ചോദിക്കാൻ കാത്ത് കപ്പ തരും. എനിക്ക് ബൈക്ക് കേടായൊക്കെ വായിട്ട്. യോ ഗൈസ്, അപ്പൊ നോക്ക് നല്ല അയില പൊരിച്ചത്, പയറ്. ഇത് തക്കാളിക്കറി അയവാ. തക്കാളിക്കറി ഒക്കെ ഹിബ ഉണ്ടാക്കിയതാ. ഇവിടെ ഒക്കെ ഇരുന്ന് തിന്നുന്നുണ്ട്. എന്റെ മോനെ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാ. ഞാനിതാ ഇവിടെ 5:30 അടച്ചു നമ്മള് ചോറുന്നല്ലേ അല്ലേ ഹിബ? അതെന്തായാലും ഇന്റെ അടുത്തേക്കൊന്നും വരണ്ട, ഞാൻ തിന്നണ്ടോ. എന്റെ മോനെ എന്താ നമുക്ക് ചോറൊന്നും ഇല്ല. അതാ അമ്മ തരും. അമ്മയുടെ അടുത്ത് പോയിക്കോ. പഠിച്ചോനെ ഇനി കൊടുത്ത എന്തേലും. ഓക്കെ അടിപൊളി. ഇനി പപ്പ തിന്നട്ടാ കുറച്ചു നേരം ഇരിക്കും. നമ്മൾ തിന്നട്ടോ. ഓക്കെ വെരി ഗുഡ്. പപ്പന അനുസരണുണ്ട്. യോ ഗൈസ്, എന്താ ഇവ എങ്ങോട്ടാണ്? എന്താ യെസ് ഗൈസ്, അപ്പൊ നമ്മള് പൂൾ പാർട്ടി തുടങ്ങാൻ വേണ്ടി പോവാട്ടോ.
യോ ഗൈസ്, അപ്പോൾ നമ്മൾ ഹിബൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. വരിക. ഈ സ്വിമ്മിംഗ് പൂളിന് പ്രത്യേകത ഉണ്ട്. നമ്മളെ ബ്രാൻഡ് നമ്മൾ ഇവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത് അല്ലേ ഹിബ? ഈ ഏരിയ നമ്മൾ ലോഞ്ച് ചെയ്ത് ഹൈഫൈ ഇവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതാട്ടോ നോക്കിയാൽ കോഴിക്കോടിൻ്റെ ഹൃദയ ഭാഗത്തൊക്കെ ഈ സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളെ ഗോപാലൻ ചേട്ടൻ്റെ ഗോകുലം മാള്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ആ സൈഡിലൊക്കെ കാണുന്നതാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇതാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മളെ സ്വിമ്മിംഗ് പൂള്. ചടല്ലേ? അപ്പോൾ യാരന് മുക്കാൻ പോകണ്ടിട്ടാ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ ഹിബ? മഴ പെയ്യോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ആകാശം നോക്ക്, കറക്റ്റില്ലേ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈസോ ഇതെന്താ ഈ സാധനം യാരൻ്റെ ചെവിയിൽ ഒട്ടിച്ചു കൊടുക്കൂലേ, വെള്ളം കയറാതെ വെക്കാനാ? ഇതൊക്കെ ഹിബന്റെ ഓരോ ട്രിക്കുകളായിട്ടാ, എന്താന്നറിയില്ല. മീശോ ഒന്ന് വാങ്ങിയതാവും. അടിയൊക്കെ വിട്ടേക്ക്, ഒന്ന് നശിപ്പിച്ചോ. ഓക്കെ, വെരി ഗുഡ്. ഹലോ അടിപൊളി. ചെവിയിലേക്ക് വെള്ളം കയറില്ല. അടിപൊളി, നല്ല രസമുണ്ട്. ഓക്കെ, സൂപ്പർ. എന്നാ ഇറങ്ങല്ലേ? ഫസ്റ്റ് ഞാൻ ചാടാൻ പോവാണേ. ചാടാൻ ഇവിടെ ഡൈവിംഗ് ഒന്നും അലൗഡ് അല്ല. ഫസ്റ്റ് ഇറങ്ങാം, എൻജോയ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കരുത്. ഓക്കെ, ഇതെന്താ നമ്മൾ കുക്കാണ്. പേരകളുടെ കുക്കിനെ കണ്ടോളിട്ടോ. പേരകളിലെ ബിരിയാണി വെക്കണ കുക്കിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഹിബ. നല്ല ചൂടുള്ള വെള്ളം കേട്ടോ. കാരണം ഇന്ന് ഉച്ചക്കത്തെ രാവിലത്തെ ചൂട് മൊത്തം ഇതിൽ ആവാഹിച്ച് വെച്ചിട്ടുണ്ട്. ആരെ ചിരിക്കുന്നോക്ക്, സ്വിമ്മിംഗ് പൂളിൽ ചിരിക്കുന്നോക്കിയോ. സ്വിമ്മിംഗ് പൂളിന്റെ ആളാട്ടോ യാര. അന്ന് നിർത്തിയതാ പഠിത്തം. കൊറേ മുന്നേ നമ്മള് വീട്ടിൽ നിന്നും ഇതാക്കിയതേ. വലിയ വീരവാദമൊക്കെ പറഞ്ഞു നിർത്തിയതാ. കയ്യടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂള്. നോക്കട്ടെ, നോക്കിയാ ഹിബ, ഇതൊക്കെ ആരെന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ചിരിക്കണോ നോക്കിയേ. കാലിട്ടടി, അടി അന്ന് അടിച്ച പോലെ അടി കാലിട്ടടിയേ. നല്ല ചൂടുള്ള വെള്ളാണ്, നല്ല സന്തോഷം. നമ്മളെ മഡോണ സെബാസ്റ്റ്യനും 1 വയസ്സിലാണ് ഞാൻ നീന്തൽ പഠിച്ചത്. നമ്മൾ അതിനെക്കാട്ടി മുന്നേ ആരെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലും പക്ഷെ അത് കഴിഞ്ഞില്ല. 2 വയസ്സിൽ പഠിപ്പിക്കാം അല്ലേ? യെസ്. അപ്പൊ എന്തായാലും കാലിട്ടടി. ഗിന്നസ് റെക്കോർഡ് കണ്ടട്ടെ ആരൊക്കെ. ഇവിടെ കഴുത്തിലിടുന്ന സാധനം ഉണ്ടെങ്കിൽ ഒറ്റ കടിക്കാന് അല്ലേ? നമ്മള് എടുത്തിട്ടില്ല, അത് വീട്ടിലുള്ള. ഇവിടെ പൂളിൽ എൻജോയ് ചെയ്യണ യാരട്ടോ. അപ്പൊ പൂൾ പാർട്ടി തുടങ്ങാണ് നമ്മള്. അല്ലെ പുഷ്പ, പാർട്ടി തുടങ്ങിയാലോ? ഇതൊക്കെ വൈബ്. ഇവിടെ സ്വിമ്മിംഗ് പൂള് കുറച്ചു കാലം കേടായിരുന്നു, ഇപ്പോഴാണ് റെഡി ആക്കിയത് അല്ലേ ഹിബ? യെസ്. ഇനി ഇടക്കിടക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ജിം ഉണ്ട് അല്ലേ? ജിമ്മിലേക്ക് ഉണ്ടെന്ന് വർക്കൗട്ട് ചെയ്യാ. ആകാശം ഒന്നും ഒരു രക്ഷയില്ല കേട്ടാ. ഹിബ നീന്തി പോണ്. ഇത് ഏതാ നീർനായ പോണ പോലെ ഹിബ പോണാണ് അല്ലേ? അന്റാർട്ടിക്കയുള്ള നീർനായ, വെളുത്ത നീർനായ ഉണ്ട് അവിടെ. അഭിലാഷ് എന്താ ഇവിടെ സീനെ? മോനെ ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ വെള്ളത്തിന്റെ ആളാട്ടാ. ഇവിടെ ഫുള്ള് നേരം ബല കഴിഞ്ഞ് ചന്ദ്രനൊക്കെ എത്തിട്ടോ. പക്ഷെ വൈബാണ്, നല്ല മൂടാട്ടാ. ഓ എന്താണ് കണ്ണൊക്കെ ഗൈസ്. എങ്ങനെയും ഇറങ്ങണം എന്ന് തന്നെ സീൻ കേട്ടോ അല്ലേ? ഓക്കെ.
ഇവള് നീന്തൽ മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കല്ലോ. ഇനി മതി, ഇനി കുറച്ചു നേരം മതി. നീ നാളെ വന്ന് നീന്താട്ടാ. അവിടെ ഇരുന്ന് ഇങ്ങോട്ട് പോണേ. മതി മതി. ഓ എന്റെ അമ്മ, ഇതെന്താ ഇവൾക്ക് നീന്തൽ ആരെ കൈവശം കൊടുത്തേ? ഓക്കെ, അപ്പൊ രാത്രിയായി, നിസ്കരിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് പോയാലോ?